എനിക്കൊരു പണ്ട് കാലത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ മനസ്സിൻ്റെ വൈകൃതവും കൂടുതലായി പോയ ആഴത്തിൽ ഈ വൈകൃതം ബാധിച്ചിട്ടുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരും അല്ല, ചിലർ അവരുണ്ട്. പിന്നീടാണ് ഫോട്ടോ അടക്കം വെച്ചിട്ട് ഇല്ലേ ഇവർ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ കേവലം ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമല്ല. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ലൈംഗികതയും വികാര വിചാരങ്ങളും ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു സാമൂഹ്യ ജീവിതവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഓരോ അംശങ്ങളാണ് ഇല്ലേ. എന്നിട്ട് അതിനെ വെച്ചിട്ട് രാഷ്ട്രീയമായി തകർക്കുക. പിന്നെ ഇന്നിപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം നേരിടുന്ന ചില ജീർണതകൾ, ആ ജീർണതകളെ മറയ്ക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. കരുത്ത് ആരും ദാനമായി തന്നതല്ല, കടം കൊണ്ടതുമല്ല, ഞാൻ അറിഞ്ഞ ആശയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ആർജിച്ചെടുത്തതാണ്. ഇത് ഷൈൻ ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞതിൽ കോൺഗ്രസിനുള്ള മറുപടിയൊക്കെയുണ്ട്. കെട്ടിച്ചമച്ചു വിടുന്ന ഇത്തരം ലോക്കൽ കഥകൾക്കൊന്നും ഊർജം പോര കോൺഗ്രസെ. ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു MLA രക്ഷിക്കാൻ UDF പലതരത്തിൽ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇടതുപക്ഷത്തുള്ളവരെയും ആ ലിസ്റ്റിൽ ചേർക്കാൻ തരം താണ പണി നടത്തുകയാണ് കോൺഗ്രസ്. സാംസ്കാരിക പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പൊടിപ്പും തൊങ്ങലും വെച്ച് ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ കഥ പ്രചരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ലെന്ന് ഉറപ്പാണ്. ആ ബോധ്യം തനിക്കുണ്ടെന്ന് KJ ഷൈൻ ടീച്ചറും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് ടീച്ചർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് മനസ്സിലാക്കാൻ പരീക്ഷകളൊന്നും പാസ്സാവേണ്ടതില്ലല്ലോ കോൺഗ്രസ്. കോൺഗ്രസിന്റെ നിസ്സഹായാവസ്ഥയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട MLA രക്ഷിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഞാനൊരു പൊതു വേദിയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഒരു ബോംബ് പൊട്ടും. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ചോദിച്ചാൽ എന്തെന്നാ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ അത് ധൈര്യമായിട്ട് നേരിടാൻ തയ്യാറാവണം, ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ ടീച്ചറിനെ കുറിച്ചും നമ്മുടെ ഇവിടുത്തെ ഒരു MLA കുറിച്ചും ചേർത്ത് വെച്ചിട്ട് അപവാദം പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പ്രചരിപ്പിക്കട്ടെ, അപ്പം നമ്മൾ അത്രേ കണക്കാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ പേരും ഊരും ഇല്ലാത്ത പോസ്റ്റർ. സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരെ ഉടതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്ന ഷൈൻ ടീച്ചറുടെ നിലപാട് പറഞ്ഞു വെക്കുന്നത് വ്യക്തമായ കാര്യമാണ്. ഒരിടത്തും നിക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന രാഹുലിനും കൂട്ടർക്കും പലവിധ കാര്യങ്ങളുണ്ട് മറച്ചു പിടിക്കാൻ. ഇതിനൊപ്പം ഇടതുപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പ്രതികാരമെന്നോണം തന്നെയാണ് ടീച്ചർക്കെതിരെ വ്യാജകഥ വന്നത്. എന്നാൽ കഥ ഇറങ്ങിയപ്പോൾ തന്നെ കുപ്രചാരണം പൊളിഞ്ഞു വീണു. ആവേശം തെല്ലുകൂടി പോസ്റ്റിട്ട KM ഷാജഹാൻ, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ ഉൾപ്പെടെയുള്ളവർക്ക് വ്യാജ പോസ്റ്റ് മുക്കേണ്ടി വന്നു. മാത്രമോ കോൺഗ്രസ് ലീഗ് അണികൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂട്ടമായി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. രാഹുലിനെ തെളിഞ്ഞും ഒളിഞ്ഞും സംരക്ഷിക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. നരിക്ക് കുടപിടിച്ച് ഇരയെ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന സ്വഭാവം കോൺഗ്രസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. എന്നാൽ ആ സ്വഭാവം വെച്ച് വ്യാജ പ്രചാരണങ്ങൾ കൂട്ടിക്കെട്ടി ഇടതുപക്ഷത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും.